ഹലോ ഗേയ്സ്, എല്ലാവർക്കും ചാവക്കാടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് കൊപ്രാക്കളത്തിലാണ് നമ്മൾ. ഉദുമൽപേട്ടയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി കാങ്കയം റോഡിലാണ് നമ്മളുള്ളത്. ഇവിടുന്ന് ആലപ്പുഴയിലേക്ക് കൊപ്രയും കയറ്റിക്കൊണ്ട് പോകുന്ന ജോലിയാണ് ഇന്ന് അമ്പാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്ക് ഇവിടുത്തെ കൃഷിയിടങ്ങൾ പരിചയപ്പെടണം, അതുപോലെ തന്നെ കൊപ്രാക്കളം പരിചയപ്പെടണം, കൊപ്രാക്കളത്തിലെ നല്ലവരായ ജോലിക്കാരെ പരിചയപ്പെടണം, അതുപോലെ തന്നെ അതിൻ്റെ മുതലാളിയെ പരിചയപ്പെടണം. അതിനൊക്കെ മുമ്പ് നമ്മുടെ ചാവക്കാടൻ വ്ളോഗ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് 500-നടുത്തുള്ള സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ സഹകരണവും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ നിർബന്ധമായും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം. അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് യാത്രാ വിശേഷങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കഥകൾ, ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് എനിക്ക് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എന്നോടൊപ്പം യാത്ര ചെയ്യുക, എൻ്റെ കൂടെ ഉണ്ടാകുക. ഓക്കേ. തമിഴ്നാട്ടിലെ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊപ്ര കയറ്റാൻ വന്നതാണ്. ഇത് ഈ കാണുന്നത് ചോളമാണ്. കൃഷി തുടങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. പൊള്ളാച്ചി, ഉദുമൽപേട്ട് ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഇത് കൊച്ചുള്ളിയാണ്, ചിന്ന വെങ്കായം എന്ന് പറയും. ഇത് എത്ര ടൈം എടുക്കും അണ്ണാ? இது வந்துங்க 40 நாளில் எடுத்து காட்டில் நடணும். ഇതെടുത്ത് കാട്ടിൽ நட்டோம்னா 70 நாள் 80 நாளில் காய் வரும். அங்கே என்ன பண்ணுவோன்னா, அங்கே இது தானே, அது பட்டு போச்சு. இதே தான் அந்த பக்கம் விட்டுருக்கு. இதுதான் അപ്പുറത്ത്. ஆமாம், ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വിത ഇട്ടാ. ഓ, ഇത് വിത ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ട്രാക്ടർ വെച്ചിട്ട് ഉഴുത് സെപ്പറേറ്റ് ആക്കി പാത്തി കൊടുത്ത് ഇത് വെള്ളത്തിൻ്റെ പരിപാടിയാണ്. ഇതിപ്പോൾ വെള്ളം വരുവാണോ? ഇത് ഇപ്പോൾ വരാതെ ഇതിലും ചെറിയ ഉള്ളിയുടെ വിത്തിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഇത്ര ദിവസം കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ഞാറ് പോലെ പൊങ്ങി വന്ന് പിന്നെ ഇവിടുന്ന് മാറ്റി നെല്ല് നടുന്നത് തന്നെ വീണ്ടും നടും. ആണല്ലേ, നെല്ല് നടുന്ന മാതിരി. നെല്ല് വയലിലിട്ട് മരക്ക് മാറ്റി വയൽ നടവ് പോടുറമല്ല, അതേ മാറി ഇതും കേരളാവിൽ എപ്പടി നെല്ല് പോടോ അതുപോലെ അതേപോലെ ഇതും. പട്ട് ചെടികൾക്ക് നടുവിലാണ്. ഇത് കാണുമ്പോൾ പഞ്ചാബ് ഹൗസിലെ ദിലീപിനെ ഓർമ്മ വരുന്നത്. മൾബറി നട്ട് പട്ടുനൂൽപ്പുഴുക്കളെ വളർത്തി പട്ട് എടുക്കാനായിരുന്നു പ്ലാൻ. അത് ചെടിയും പോയി, പുഴുവും പോയി, അവസാനം കടവുമായി എന്ന് പറഞ്ഞതുപോലെ. ഇത് പട്ടുചെടിയാണ്. ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും അറിയത്തില്ല. എന്തായാലും തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമത്തിലെ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തെങ്ങിൻ തോപ്പിലൂടെയുള്ള യാത്രയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും തെങ്ങ്, കവുങ്ങ്,
മല്ലി, ചോളം, അതുപോലെ കൊച്ചുള്ളി, കൃഷി ഭൂമി കൊണ്ട് സമ്പൽ സമൃദ്ധമായ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര. കൃഷിക്ക് വെള്ളം വരുന്ന പ്രധാന തോടുകളിലൊന്നാണ്. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ആളിയാറ് വഴി ഇവിടേക്ക് എത്തും എന്നാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ടൈമല്ല, വെള്ളത്തിൻ്റെ ടൈം ആകുമ്പോഴത്തേനും ഇതൊക്കെ നിറഞ്ഞ് കവിയും എന്നാണ് നമ്മുടെ തമിഴ് കർഷകർ പറയുന്നത്. അത്യാവശ്യത്തിന് വെള്ളം എടുക്കാവുന്ന ബോർവെൽ സംവിധാനമാണിത്. ഇവിടൊക്കെ നനഞ്ഞു കിടപ്പുണ്ട്. ആവശ്യത്തിന് വേണ്ട വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്ത് അത്യാവശ്യം നനച്ചിട്ടിരിക്കുകയാണ്. ഇത് മല്ലി. മല്ലിയാണ്, നല്ല മണമുണ്ട്. അണ്ണൻ മരുന്നടിച്ച് വരികയാണ്. കൊപ്രാക്കളത്തിലാണ്, കൊപ്രാക്കളത്തിൽ പണി നടക്കുകയാണ്. അണ്ണാ എല്ലാവരും ഒരു ഹായ് കൊടുക്കണ്ണ. നമ്മുടെ അമ്പാൻ ലോഡിങ്ങിന് വേണ്ടി കിടക്കുകയാണ്. ആലപ്പുഴയ്ക്കല്ല അണ്ണ ഈ ലോഡ്? ആലപ്പുഴ, ആലപ്പി, കേരള, ആലപ്പി. അണ്ണ എന്നാ അണ്ണാ പേര്? രംഗനാഥൻ. രംഗനാഥൻ. അണ്ണാ പേര് പറയണ്ണ. ഭൂപതി. 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 അണ്ണാ പേര് പറ. സൊല്ലണ്ണ. അയ്യാച്ചാമി. അണ്ണയുടെ പേര്? ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട്. നല്ല പേര്. അണ്ണാ? പ്രകാശ്. പ്രകാശ്. അണ്ണാ ഉണ്മ പേര് சொல்லண்ணா. ജെയിംസ് ബോണ്ട്. നല്ല പേര്. അണ്ണയുടെ പേര്? രത്നസ്വാമി. രത്നസ്വാമി. അണ്ണ ഇങ്ങ ഓണറാ? ഓണർ. ഓണർ. ദേ നല്ല നട്ട വെയിലത്ത് നമ്മുടെ അണ്ണന്മാര് കഷ്ടപ്പെടുകയാണ്. ചാക്ക്, കാലി ചാക്കിനകത്ത് കൊപ്ര നിറച്ച് കെട്ടി നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റണം. എന്നിട്ട് നമ്മൾ വൈകുന്നേരം ഇവിടുന്ന് ഒരു 12 ടണ്ണും എടുത്ത് നമ്മൾ പുറപ്പെടും. 12 ടണ്ണോ? 12 ടണ്ണ് പാസിങ് എണ്ണ. 12 ടണ്ണ് മതി പട്ടും. കൊപ്ര എടുത്ത് ആട്ടി എണ്ണയാക്കി വരും. அங்கே மொத்தம் கிருஷி பூமி கேரளா. இது வந்து யூடியூப் சேனல். யூடியூப் சேனல் இருக்குது. ஆனால் டெய்லி நான் லோடருக்கு இந்த வீடியோ அது வைகுந்தேரம் அப்லோடு பண்ணும். அண்ணா பேர் என்ன? மணி. மணி. அக்கா பேர் என்ன? அம்மா பேர் என்ன? அம்மா അക്കയുടെ പേരെന്നാ? ജയമാലിനി. അക്ക മാലതി. എല്ലാം നല്ല പേര്. വെങ്കായ വെത അപ്പടിന്ന കൊച്ചുള്ളിയുടെ വിത്ത് ഇത് വിതച്ചിട്ടാണ് കൊച്ചുള്ളി ഉണ്ടാക്കുന്നത്. വെങ്കായ വെത. വെത വെത വെങ്കായ വെത. പന കണ്ടില്ലല്ലോ എന്നായിരുന്നു.
കുറേ തെങ്ങുകൾക്കും ചോളത്തിനുമൊക്കെ ഇടയിൽ 2 പന. പനങ്കാതൊന്നുമില്ല, എല്ലാം വെട്ടിയെടുത്ത് പോയി. 4x4 ഒരു ട്രാക്ടർ പരിചയപ്പെടാം. നമ്മുടെ താറ് 4x4 ജീപ്പിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇവനൊക്കെ എവിടെ വേണമെങ്കിലും കയറി ചെല്ലും. പരിചയപ്പെടാനോ പരിചയപ്പെടുത്താനോ ഒന്നും എനിക്കറിയില്ല. ഒന്ന് കാണിക്കാം. സീറ്റും ഗിയറും അതിൻ്റെ ലിവർ പോർഷനൊക്കെ, ഗിയർ, സ്റ്റിയറിംഗ്, സൈഡ് ഗ്ലാസ്, അതിൻ്റെ ഇന്ധന ടാങ്കാണ്, റൂഫ്. ഒരാൾക്കിരുന്ന് സുഖമായിട്ട് ഓടിച്ചു പോകാം. ഫുൾ തേങ്ങ, NKR. ഈ ഗോപ്രോയുടെ ഒരൊറ്റ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് വൈഡ് വിഷ്വൽസാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മാക്സിമം അടുത്തേക്ക് പോയാലേ എന്താണ് സംഗതി എന്നുള്ളത് വ്യക്തമായിട്ട് കിട്ടത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. ചാക്കെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 250ഓളം ചാക്കുണ്ട്. അവർ ലോഡിംഗ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അണ്ണാ ഭൂപതി അണ്ണാ എപ്പടി ഇരിക്കണ? ആ എപ്പം മുടിയോണ്ണാ? ആ ഉടനെ മുടിയോന്നാണ് പറയുന്നത് നമ്മുടെ ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ബോണ്ട് തിരികെ കയറ്റിയതാണ്. അണ്ണൻ്റെ പേര് ജെയിംസ് എന്നാണ്. ആ വെയിലൊക്കെ മാറി 4 മണി കഴിഞ്ഞപ്പോഴത്തേനും സൂര്യൻ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ഇനി നമുക്കിത് ഫുള്ള് കയറ്റണം. അട്ടിയടിക്ക് വെച്ചതിന് ശേഷം പടുത വിരിക്കണം, കയറ് കെട്ടണം. അണ്ണാ ഹൈറ്റ് ഇത്ര വരത്തോളൂ അണ്ണാ? ഹൈറ്റ് എവ്വളോ? ക്യാബിൻ മേലെ വരും. അടിപൊളി. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. 12 ടണ്ണിക്ക് ജാസ്തി വരും. 12 ടണ്ണക്ക് മേലെ വരും. മേലെ വരും. 12ക്ക് മേലെ പോയി വരും. 12,500. അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും വണക്കം.